Praise the Lord. Hallelujah. ഒരു രാത്രി പ്രാർത്ഥനയായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനൊക്കെ കർത്താവ് നമ്മളെ ഒരുക്കിയല്ലോ. വളരെ ആഗ്രഹത്തോടും ആവശ്യഭാരത്തോടും കൂടി ഇതിൻ്റെ അകത്ത്, സ്റ്റുഡിയോയ്ക്കകത്തും ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥന വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർക്കത് വിടുതലായി മാറിയിരിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ന്യൂസ് പേപ്പറുകളും മാധ്യമങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് എല്ലാ ദിവസവും നമ്മളിത് വായിക്കുന്നത്. മാനസികമായി നമ്മളെ തകർക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഭീതി ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് കുറവാണോ, അതോ പ്രാർത്ഥനയുള്ള കുറവാണോ, ഉപവാസത്തിൻ്റെ കുറവാണോ, ഒന്നും അറിയത്തില്ല. ജനം വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവതലമുറകൾ കെട്ടപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥ. സ്തോത്രം. നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ അതിൽ നിന്ന് വലിയൊരു വിടുതൽ നമ്മുടെ ദേശത്തിനുണ്ടാകണം, നമ്മുടെ രാജ്യത്തിനുണ്ടാകണം. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വലിയൊരു വിടുതലുണ്ടാകണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത അനേക ദുഷ്പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നമുക്ക് ശക്തമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വിടുതൽ അയക്കും. സ്തോത്രം. ഇതിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ മാനസികമായിട്ട് ഒത്തിരി തകർന്ന് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനായി പോയത്, എൻ്റെ ജീവിതത്തിൽ എന്താ കർത്താവ് ഒരു മുന്നേറ്റമില്ലാത്തത്, ശൂന്യമായി പോകുന്ന അവസ്ഥയാണല്ലോ എന്ന് വളരെ ദുഃഖത്തോടുകൂടി ഉറങ്ങാതെ ഉറക്കളച്ചിതിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോൾ, ലോകരാജ്യങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങൾ ദൈവാത്മാവെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളെ സഹായിക്കുവാൻ യേശു അടുത്തുണ്ട്. നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വന്ന് സമാധാനം എന്ന് പറയുന്നൊരു ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അയക്കുന്ന ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചഞ്ചലപ്പെടരുത്, നിരാശയിലാകരുത്, വിഷാദത്തിലേക്ക് പോകരുത്. യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യേശു കർത്താവ് നിങ്ങളെ തൊടും. യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില ദൈവവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. സ്തോത്രം. 5-ന്റെ അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ഇപ്രകാരം: വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിന് മുമ്പേ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എന്താ കാര്യം എന്നറിയാമോ? ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠത നിൽക്കുന്ന കുടുംബത്തിനകത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു? അല്ലെങ്കിൽ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും, അല്ലെങ്കിൽ വലിയ പ്രാർത്ഥിക്കുന്ന കുടുംബമാ, ഉപവസിക്കുന്ന കുടുംബമാ, വലിയ പാരമ്പര്യം പറയാനുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ആ തലമുറ ഇങ്ങനെ ആയിപ്പോയി? അങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരാറില്ലേ? എന്താ കാര്യം എന്നറിയാമോ? പലപ്പോഴും നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം സാധാരണ രീതിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതം പോർക്കളത്തിലാ. സ്തോത്രം. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ ഉഴപ്പി ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം എന്തു പറഞ്ഞോ അതിനനുസരിച്ച് മുന്നോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. അവൻ്റെ പോരാട്ടങ്ങളോട് പോരാടാൻ കഴിയത്തുള്ളൂ. തലമുറകളെ പിടിച്ച് മടക്കിയെടുക്കണം. ഈ ദിവസങ്ങളിൽ പിശാച് നിന്റെ തലമുറയെ പിടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ നീ മടക്കി പിടിക്കണം. എങ്ങനെ? ബന്ധിച്ച്, പൈശാചിക മണ്ഡലങ്ങളെ ബന്ധിച്ച് കെട്ടി അവനെ മടക്കി പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. തലമുറകളെ പിശാച് കവർന്നുകൊണ്ട് പോകും. ഈ ദിവസങ്ങളിൽ അവനോട് പോരാടണമെന്നുണ്ടെങ്കിൽ നീ ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോലെ നിന്റെ അകത്തൊരു അത്യന്ത ശക്തി ഉണ്ടായിരിക്കണം. ഈ അത്യന്ത ശക്തി നിന്നിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അതിനോട് പോരാടാൻ കഴിയുകയുള്ളൂ.
പെന്തക്കോസുകാരെ പിശാചിന് പേടിയില്ല. വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ ഞാനിവിടെ നിന്ന് ഘോരം ഘോരം പ്രസംഗിച്ചത് കൊണ്ടോ പൈശാചിക മണ്ഡലത്തിന് ഒരു വ്യക്തിയും പേടിയില്ല. പക്ഷെ നിന്റെ അകത്ത് ആത്മാവിന്റെ അത്യന്തം ശക്തിയുണ്ടോ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിന്റെ 7 അയലത്ത് പൈശാചിക മണ്ഡലത്തിന് അടുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ജനമൊന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ആവശ്യമുള്ളവരാണ്. നീഡ്സ് ഉണ്ട്, ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഓരോ ദൈവദാസന്മാർ നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. സ്തോത്രം. പക്ഷേ ആ ആശ്വാസം നിങ്ങൾ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഈ ആശ്വാസം അങ്ങ് പോകും. അടുത്ത പ്രശ്നം വീണ്ടും കയറി വരും. വീണ്ടും ഇതേപോലെ മീറ്റിംഗിൽ വന്നിട്ട് വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കും, ഒരു ആശ്വാസം ലഭിക്കും. അടുത്ത പ്രശ്നം വീണ്ടും വരും. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? നാം ഒന്ന് ശക്തിപ്പെടണം, നാം ഒന്ന് ബലപ്പെടണം. നമ്മൾ പ്രാപിക്കേണ്ടതെന്ന് പ്രാപിച്ചെടുത്ത് നിന്ന് നോക്കിക്കേ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളൊന്ന് ഉറച്ചു നിന്നാൽ അവൻ ഓടിപ്പോവും. നിങ്ങൾ ഉറച്ചു നിൽക്കണം. പാസ്റ്റർ അല്ല ഉറച്ചു നിൽക്കേണ്ടത്, നിങ്ങൾ ഉറച്ചു നിന്നാൽ അവൻ ഓടിപ്പോകുമെന്നാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ചില വാക്യങ്ങൾ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. സ്തോത്രം. ദൈവത്തെ അനുകരിക്കണം, അഭിനയിക്കരുത്. നമ്മുടെ അനുകരിക്കണം. സാധാരണ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ അനുസരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ ദൈവത്തെ അനുകരിക്കണം. സ്തോത്രം. ദൈവത്തെ അനുകരിക്കുക. ഈ ലോകത്തിൽ നമ്മൾ അനുകരണങ്ങൾ പലതും കാണാറുണ്ട്. സാധാരണ മിമിക്രി അല്ലെങ്കിൽ മോണാക്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ടി വിയിലൊക്കെ കാണുന്നതല്ലേ? സിനിമാ നടന്മാരെ അനുകരിക്കും, സിനിമാ നടിമാരെ അനുകരിക്കും. അത് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പഠിച്ച് അവരുടെ ആ സംസാര ശൈലി, അവരുടെ നടപ്പ്, ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം പല പ്രാവശ്യം ടേക്ക് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷമാണ് അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അനുകരിക്കുക. സംസാരം, നടപ്പ്, ഇതൊക്കെ അനുകരിക്കും. ഇവിടെ യേശു കർത്താവിനെ അങ്ങനെ അനുകരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ. സ്തോത്രം. പ്രിയ മക്കൾ. 2 ടൈപ്പുള്ള മക്കളുണ്ട്. 1 പ്രിയ മക്കളുമുണ്ട്, 2 സാധാരണ മക്കൾ. 2 ടൈപ്പുള്ള മക്കൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കാണാൻ സാധാരണ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലയിടത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2 ടൈപ്പുള്ള മക്കൾ, പ്രിയ മക്കളും പ്രിയരല്ലാത്ത മക്കളുമുണ്ട്. സ്തോത്രം. മാതാപിതാക്കൾക്ക് ആ ചിന്ത കാണത്തില്ലായിരിക്കും, പക്ഷേ മക്കളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി വരും. അങ്ങനെ അവർ ഡീൽ ചെയ്ത് തുടങ്ങുമ്പോൾ മാതാപിതാക്കളിലും ചിന്തയുണ്ടാകും, അവൻ ഇച്ചിരൂടെ സ്നേഹമുണ്ട് എന്നോട്, മൂത്തവനേക്കാളും ഇളയവന് എന്നോട് ഇച്ചിരൂടെ സ്നേഹമുണ്ട് കേട്ടോ, അവൻ കരുതലുള്ളവനാ, എന്നാൽ മൂത്തവൻ അത്രയും പോരാ എന്തൊക്കെ നമ്മൾ പറയാറില്ലേ? പ്രിയ മക്കൾ, പ്രിയരല്ലാത്ത മക്കൾ. 2 പേരും മക്കളാ, പക്ഷേ 2ലും ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രിയ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ അപ്പനെയും അമ്മയെയും വാച്ച് ചെയ്യും, ശ്രദ്ധിക്കും, അവരുടെ ആവശ്യം എന്തെന്ന് തിരിച്ചറിയും, അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാധാരണ ഒരു മകൻ എന്ന് പറയുന്നത്, അവൻ വീട്ടിൽ വരുന്നു, ആവശ്യത്തിന് വന്ന് അപ്പനോട് പറയും, എനിക്ക് ഇച്ചിരി കാശ് വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിച്ചുകൊണ്ട് അങ്ങ് പോകും. അവൻ്റെ പേര് മകനെന്നാ, അവനും മകനാണ്. സ്തോത്രം. എന്നാൽ പ്രിയ മകൻ അല്ലെങ്കിൽ പ്രിയ മകൾ, അപ്പൻ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ അപ്പന് വേണ്ടി എന്ത് ചെയ്യണം, അപ്പനെ ശ്രദ്ധിക്കുന്ന ഒരു മകൻ, അപ്പനെ ശ്രദ്ധിക്കുന്ന ഒരു മകൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിന്റെ പിതാവായ ദൈവത്തെ നീ അനുകരിക്കണം. സ്തോത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവത്തെ അനുകരിക്കുക, ദൈവത്തെ അനുകരിക്കുക. കാണാത്ത ദൈവത്തെ നമുക്കെങ്ങനെ അനുകരിക്കാൻ കഴിയും?
കാണാത്ത ദൈവത്തെ നമുക്കെങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ അത് കൊണ്ട് അഭിനയിക്കാൻ അനുകരിക്കാൻ എങ്ങനെ കഴിയും? സ്തോത്രം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു. എന്തിനെന്നറിയാമോ? ആ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ അനുകരിക്കുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ പ്രിയ മക്കൾ എന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്താതെ ഒരു കാരണവശാലും അപ്പൻ്റെ അടുത്ത് വസിക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. വാക്യങ്ങളൊക്കെ എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചോടിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പ്രിയ മക്കൾ അല്ലെങ്കിൽ മക്കൾ എന്ന സ്ഥാനത്തേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കൾ എന്ന സ്ഥാനത്തേക്ക് എത്താൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാനത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ദൈവത്തെ കൈക്കൊണ്ട്, സ്തോത്രം എന്ന് പറഞ്ഞാൽ വാഗൊണ്ട് പറഞ്ഞ് കർത്താവിനെ ഞാൻ ഇന്നു മുതൽ എൻ്റെ സ്വന്തം രക്ഷിതാവായും കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൈക്കൊള്ളലാകത്തില്ല. നമ്മൾ വാഗൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുവിന് കയറിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. നമ്മൾ യേശുവിനെ കൈക്കൊള്ളുക, റിസീവ് ചെയ്യുക. യേശു ഇന്നു മുതൽ എന്നിൽ വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ ഒരു ജീനിൽ കൂടെ നീ ജീവിച്ചു വന്നു. ആ DNA-യിലാണ് നീ മുന്നോട്ട് വന്നെങ്കിൽ നീ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ അന്ന് നിന്റെ വീണ്ടും ജനനം നടക്കുക. യേശു നിന്നിൽ ജനിക്കുന്നു, യേശു നിന്നിൽ വസിക്കുന്നു. നിന്റെ പേരാണ് പ്രിയ മക്കൾ, പ്രിയ മകൻ, പ്രിയ മകൾ. സ്തോത്രം. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ എൻ്റെ അകത്ത് യേശു വസിക്കുന്നു. എൻ്റെ അകത്ത് യേശു വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സർവശക്തനായ ദൈവം നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നിനക്കെതിരെ ആയുധമെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ശക്തിയുണ്ടോ? ഒരു മന്ത്രവാദത്തിനോ ആ വിചാരത്തിനോ നിന്നെ പൂട്ടിക്കെറ്റാൻ കഴിയുമോ? സർവശക്തനായ ദൈവം എൻ്റെ അകത്ത് വസിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പൈശാച മണ്ഡലത്തിന് നിന്റെ കുടുംബത്തെ തൊടാൻ കഴിയുന്നത്? അപ്പോൾ പാസ്റ്ററെ, ഞങ്ങൾക്ക് എന്തായി പ്രതികൂലം? ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടല്ലോ, എത്രയോ വർഷമായി ഞങ്ങൾ സഭകളിൽ കടന്നു പോകുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഞങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുന്നു? ഞങ്ങളുടെ തലമുറകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ആൻസറാണ് യേശു നിന്റെ അകത്ത് വസിക്കുന്നുണ്ടോ? നീ പ്രിയ മകനാണോ? നീ പ്രിയ മകളാണോ? സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേരാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവമകനും ദൈവമകളുമായ ഒരു വ്യക്തിയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ ഭയം മാറിപ്പോകട്ടെ. ഞാൻ ദൈവത്തിന്റെ പൈതല, യേശു എന്നിൽ വസിക്കുന്നു, എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മകൻ, പ്രിയ മകൾ. സ്തോത്രം. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്ത് യേശു നമ്മളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, നമ്മൾ ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി മാറുന്നു. ആത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ ദൈവാത്മാവിൽ കാര്യം വിളിച്ചു പറയാം. യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഈ ലോകത്തിലെ ഒരു കഴിവ് കൊണ്ടും കഴിയത്തില്ല. ആ ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചതുപോലെ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ കഴിയത്തുള്ളൂ, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ അഭിനയമായി മാറിപ്പോകും, അഭിനയമായി മാറും. ഈ അഭിനയിക്കുന്നത് കൊണ്ടാണ് പിശാച് ഓടിച്ചിട്ടടിക്കുന്നത്, പിശാച് ബന്ധിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ല. അവിടെ, സ്തോത്രം, അവിടെ ആത്മാവിൻ്റെ ശക്തി നമ്മളെ ഓട്ടോമാറ്റിക്കലി ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്നേഹം.
അവിടെ അഭിനയം വേണ്ട, അവിടെ നമ്മുടെ എഫേർട്ടിൻ്റെ കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളത് ഹല്ലേലൂയ നമ്മളിത് പുറത്തു വരാൻ തുടങ്ങും. നമ്മുടെ അപ്പൻ്റെയോ നമ്മുടെ അമ്മയുടെയോ സ്വഭാവം നമ്മൾ അഭിനയിച്ചിട്ടാണോ പുറത്തു വരുന്നത്? ചില ആൾക്കാർ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവൻ്റെ അപ്പൻ സംസാരിക്കുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത്, അവൻ്റെ അപ്പൻ ചിരിക്കുന്നത് പോലെയാണ് അവൻ ചിരിക്കുന്നത്, അവൻ്റെ അമ്മയുടെ അതേ നടത്തമാ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് അവൻ അഭിനയിക്കുന്നതല്ല, അവന് പകർന്നു കിട്ടിയതാണ് എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൽ വ്യാപരിച്ചത് മുഴുവൻ നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും. ക്രിസ്തുവിലെ സ്വഭാവം മാത്രമല്ല, ആ അധികാരം നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും. സ്തോത്രം. എന്തുകൊണ്ടാണ് പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരെ പോരാടുന്നത്? ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നില്ല. സ്തോത്രം. ക്രിസ്തുവിനെ കാണുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ശക്തി നമ്മളെ പോരാടാൻ കഴിയുകയില്ല. സ്തോത്രം. അടുത്ത മുന്നോട്ട് ഞാൻ പോട്ടെ. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി എഫേസ്യ ലേഖനം 6:10 കാണുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ട ഒരു വ്യക്തി ജീവിതത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ക്രമീകരണങ്ങളിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യനും വിശുദ്ധിയിലേക്ക് വരാൻ കഴിയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, ഓരോ ദിവസം ചെല്ലുന്തോറും തീരുമാനങ്ങൾ പുതുക്കി. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് ഇവിടെ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ കർത്താവേ, ഇന്നത്തെ ദിവസം അശുദ്ധമായതൊന്നും ചെയ്യാതെ വിശുദ്ധിയിൽ നിന്ന് ഓരോ ദിവസം വിശുദ്ധിയിലേക്ക്. സ്തോത്രം. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് നോക്കിക്കേ. ഓരോ ദിവസം ചെല്ലുന്തോറും ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നവരായി മാറും, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പിടിച്ചു നിൽക്കണോ അതിനുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് രാത്രി മാത്രം അല്ലെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ മാത്രം നിങ്ങൾക്കൊരു വിടുതൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് അത് മാറിക്കോളും. പക്ഷേ നാളെ വീണ്ടും അറ്റാക്ക് ഉണ്ടാവും, നാളെ വീണ്ടും പ്രശ്നങ്ങൾ കയറി വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നും വന്ന് ഇങ്ങനെ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ഞാൻ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു, നടുവേദനയാണ്, നാളെ ഒരു മൈഗ്രെയിൻ എന്ന് പറയും, നാളെ കുഞ്ഞുങ്ങൾക്ക് വയ്യെന്ന് പറയും. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്ന് പറയത്തില്ലേ? അതിൻ്റെ ആവശ്യം വേണ്ട. നിങ്ങളുടെ അകത്ത് യേശു വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ആത്മാ വസിക്കുന്നുണ്ടോ? നിന്റെ നാവിൽ അധികാരമുണ്ട്. നീ പറഞ്ഞാൽ അത് സംഭവിക്കും, നീ പറഞ്ഞാൽ ഓടിപ്പോകും, നീ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ആ സ്വഭാവം, സ്തോത്രം, അത് നമ്മളിൽ ഓട്ടോമാറ്റിക്കലായി പുറത്തു വരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ കൺട്രോൾ നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകും. പക്ഷെ എല്ലാം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇന്നലെ വരെ കോപിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കോപമൊക്കെ മാറിത്തുടങ്ങും, ഇന്നലെ വരെ പല കാര്യങ്ങളും മാറാൻ തുടങ്ങും. പക്ഷെ എല്ലാം മാറത്തില്ല. എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഗലാത്യ ലേഖനം 5:16 പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ അഭിനയിക്കാതെ തന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:8 പ്രകാരം കാണുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് എന്തിനാണെന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? നമ്മുടെയൊക്കെ ചിന്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ പറയുന്നത് ഞാൻ ആത്മാവിനെ പ്രാപിച്ചു. സ്തോത്രം. എന്താ തെളിവ്? ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ കൈകൊട്ടുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുമ്പോൾ ചെറിയ പെരുപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പ്രിയ ദൈവമക്കളെ, അതെല്ലാം വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പറയുന്നു, ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളിൽ
ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങും. അത് കൈകൊട്ടി അന്യഭാഷ പറയാൻ മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി, സുവിശേഷത്തിൻ്റെ തീ നിന്റെ അകത്തോട്ടിടും. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കണം, ഒരു വലിയ അത്യന്ത ശക്തി നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നിന്റെ ഭയത്തെ വേരോടെ പറിച്ചു കളയും. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നിന്റെ കോപത്തെ വേരോടെ പറിച്ചു കളയും. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി, ഹല്ലേലൂയ, നിന്റെ മേലെ വരുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് നേരെ ഒരു അധികാരത്തിന്റെ നാവുകൾ ഉപയോഗിക്കുവാൻ നിന്റെ നാവിനെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ഇന്ന് വരെ പ്രവചിക്കാത്ത നീ പ്രവചിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ഇന്ന് വരെ നിനക്ക് വ്യാഖ്യാന വരവില്ലെങ്കിൽ ആ വ്യാഖ്യാന വരം നിനക്ക് തരും. ദൈവമക്കളെ, ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തെല്ലാം കർത്താവിന് ഈ കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുണ്ടോ അതെല്ലാം ചെയ്യിക്കാനാ. സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. സാക്ഷികളാകും. സാക്ഷിയാകുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്നിൽ വന്നു കഴിയുമ്പോൾ സഭായോഗത്തിന് എഴുന്നേറ്റ് നിന്നൊരു സാക്ഷി പറയുന്ന കാര്യമാണോ? അല്ല. സ്തോത്രം. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സഭായോഗത്തിന് എഴുന്നേറ്റ് സാക്ഷി പറയുന്ന കാര്യമോ അല്ല. ഇനിയിപ്പം ഞാൻ ഇനി പുറത്തുപോയി പബ്ലിക് മീറ്റിങ്ങിന് സാക്ഷി പറയുന്ന കാര്യമോ അല്ല. സാക്ഷിയാകും എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തു വസിക്കുന്ന യേശുവിനെ ഞാൻ പബ്ലിക്കിൽ വെളിപ്പെടുത്താൻ തുടങ്ങും. യേശുവിനെ വെളിപ്പെടുത്തും. എന്നെയല്ല, പ്രസ്ഥാനത്തെ അല്ല, യേശുവിനെ വെളിപ്പെടുത്തും. സ്തോത്രം. അവിടെ നമുക്ക് തെറ്റുപറ്റുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പ്രസംഗത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യേശുവിനെ വെളിപ്പെടുത്തുന്നില്ല, യേശുവിന് സാക്ഷിയാകുന്നില്ല. അതറിയാൻ വേണ്ടി ചെറിയ കാര്യം ഞാൻ ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് സുവിശേഷവുമായി എത്തിയ സ്ഥലം ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ചായനോട് ഇങ്ങനെ ഞാൻ സംസാരിച്ചു. അച്ഛാ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി, നമുക്ക് ഒരുങ്ങാം. ഈ വചനം ഞാൻ ശ്രദ്ധിക്കണം, ഈ ട്രാക്റ്റ് വായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അപ്പുറത്ത് താമസിക്കുന്ന ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏതോ ഒരു കൂട്ടായ്മയിൽ പോകുന്ന ആളാണ്, അദ്ദേഹത്തെ പോലെ ഞാൻ ആകണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ്? എനിക്കെതിരെ 3 കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. എന്നെ തല്ലാൻ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ഞായറാഴ്ച സഭാരാധനയ്ക്ക് പോവും. സ്തോത്രം. അയൽവക്കക്കാരന് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പേര് പെന്തക്കോസുകാരനല്ല. നമ്മൾ പ്രസംഗിക്കുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തും. പക്ഷെ നിന്റെ സ്തോത്രം, നീ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നിനക്ക് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നിന്നെ കാണുന്നവർ യേശുവിനെ കാണുന്നുണ്ടോ? യേശുവിന്റെ സ്വഭാവം നിനക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസറിലേക്ക് എത്തിയപ്പോൾ യേശു ചോദിക്കുന്നു, എന്നെ കുറിച്ച് ജനം എന്തു പറയുന്നു? ഒരു പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രവാചകന്മാരാൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? സ്തോത്രം. ശിഷ്യന്മാർ 11 പേരും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നത് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ദൈവമാണ് നിന്നെ വെളിപ്പെടുത്തുന്നതൊക്കെ പറയുന്നുണ്ട്. യേശു തന്നെ കുറിച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു, യേശു തന്നെ കുറിച്ച് ജനം എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ചാൽ അവരെന്തു പറയും? വേണ്ട, പുറത്ത് ചോദിക്കാൻ വേണ്ട. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ പേപ്പർ കൊടുത്തിട്ട് പറയണം, എന്നെക്കുറിച്ച് എന്ത് നിങ്ങൾ പറയുന്നു എഴുതാൻ പറയണം. മക്കള് പറയണം, അപ്പൻ്റെ അമ്മയുടെയും പേപ്പർ കൊടുത്തിട്ട് പറയണം, ഇതിൻ്റെ അകത്ത് എഴുതിത്ത എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കണം. ലോകം എന്തു പറയുന്നു നമ്മളെക്കുറിച്ച്? എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ പൈശാചിക മണ്ഡലം ഓടി മാറും. നിന്റെ അകത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹം വസിക്കുന്നുണ്ടെങ്കിൽ, അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ നേരെ ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനോട് ഞാൻ പറയാണ്, നിങ്ങളുടെ അകത്ത് യേശു വസിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തലമുറയെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്രം. പിടിച്ചെടുക്കണം തിരിച്ച്. ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാ, എന്റെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, എന്റെ കോമ്പൗണ്ടിൽ കിടക്കാൻ ഒരു ശക്തിക്കും അധികാരമില്ലെന്ന് പറയണം. നിന്റെ നാവിലൊരു അധികാരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഒക്കെ പറയാണ്, ഞങ്ങളെ നോക്ക്. പൗലോസ് പറയുന്നു, എന്നെ നോക്ക്. ഇങ്ങനെ വിരൽ ചൂണ്ടി നമുക്ക് പറയാൻ പറ്റുമോ? എന്നെ നോക്ക്. അഹങ്കാരത്തിന്റെ വാക്കല്ലത്, ഉറപ്പിന്റെ വാക്കാ. യേശുവിന്റെ അകത്തുണ്ടെന്നുള്ള ഉറപ്പിന്റെ വാക്കാ. എന്നെ നോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, നമ്മുടെ പേരിന് പിശാചിന് പേടിയില്ല. ഇനി എത്ര വലിയ പുള്ളി ആയിക്കോട്ടെ, ഞാൻ ഇനി എത്ര വലിയ പാരമ്പര്യത്തിലെ പുള്ളി ആയിക്കോട്ടെ, പിശാചിന് പേടിയില്ല. നിന്റെ അകത്ത് യേശുവുണ്ടോ? നിന്റെ അകത്ത് ആത്മാവ് വസിക്കുന്നുണ്ടോ? നിന്റെ അടുക്ക് ദുഷ്ട പിശാചിന് വരാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. സ്തോത്രം. യേശുവിനെ അനുകരിക്കുക. സ്തോത്രം. ക്രിസ്തുവിനെ അനുകരിക്കുക. രണ്ട് വ്യക്തികളെ എനിക്ക് വരച്ചു കാണിക്കാൻ ആഗ്രഹം. പെട്ടെന്ന് ഞാൻ പറയാം. സ്തേഫാനോസിനെ നിങ്ങൾ നോക്കിക്കേ. അവിടെ സ്തേഫാനോസ് ആത്മാവ് നിറഞ്ഞവനായി. പ്രൈസ് ദി ലോർഡ്. അവരൊറ്റ പ്രസംഗമേ നടത്തുള്ളൂ. ഒറ്റ പ്രസംഗം. ഹല്ലേലൂയ. മേശമേൽ ശുശ്രൂഷിക്കാൻ വിളിച്ചവനാ. അവന് വേണമെങ്കിൽ അത് ചെയ്തുകൊണ്ട് പോയാൽ മതി. കിട്ടുന്ന ശമ്പളമൊക്കെ മേടിച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ അവൻ്റെ ജോലി തീർത്തിട്ട് അവൻ ദൈവസന്നിധി മുട്ടുമടക്കി ആത്മാവിനെ പ്രാപിച്ചെടുത്തു. ആത്മാവിനെ പ്രാപിച്ചെടുത്തവൻ, കൃപ നിറഞ്ഞവൻ, ശക്തി നിറഞ്ഞവൻ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ഓ ഹല്ലേലൂയ. പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് പുറത്തു വന്നെങ്കിൽ സ്തേഫാനോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ അവന്റെ ശവക്കലറയിലേക്ക് അവന് പോയത്. നോക്കിക്കേ, പ്രസംഗത്തിന്റെ വ്യത്യാസം കണ്ടോ? പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് പുറത്തു വന്നു. സ്തേഫാനോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ അവൻ ഡെഡ് ബോഡിയായി മാറി. അപ്പോൾ സ്തേഫാനോസ് തോറ്റുപോയോ? ഇല്ല. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ ഒരു ദേശത്തു നിന്ന് 3000 പേര് പുറത്തു വന്നെങ്കിൽ, ഒരു ഏരിയയിൽ നിന്ന് 3000 പേര് പുറത്തു വന്നെങ്കിൽ, സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ദൈവജനത്തെ ചെതറിച്ചിട്ട് ലോകം മുഴുവൻ സുവിശേഷത്തിന് തീ കത്തിച്ചു. ദൈവമക്കളെ, ആ സ്തേഫാനോസിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കേ. ജനം മുഴുവൻ പല്ല് കടിച്ച് അവനെ കൊല്ലാൻ വരുമ്പോൾ അവൻ തിരിച്ചു പല്ല് കടിക്കുകയല്ല, അവൻ ശപിക്കുകയല്ല. ആത്മ നിറവുള്ളവൻ ചിരിച്ചുകൊണ്ട് തേജസ്സോടുകൂടി സ്വർഗത്തിലേക്ക് നോക്കി ദർശനങ്ങൾ കാണുന്നു. ഇതാ ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനം അവരിൽ വ്യാപരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവനിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ, യേശുവിന്റെ ശക്തി വെളിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ അകത്ത് യേശു വസിക്കുന്നെങ്കിൽ, യേശുവിന്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ തീർച്ചയായും പ്രതിസന്ധികൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഭയപ്പെട്ട് പുറമോട്ട് പോകരുത്. ഹല്ലേലൂയ. രണ്ടാമതൊരു മനുഷ്യനെയുണ്ട്, പൗലോസാ. അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്കെഴുതിയിരിക്കുന്നു. 3 പ്രാവശ്യം മിഷണറി യാത്ര നടത്തിയവൻ, ലോകത്ത് 5 ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ച മനുഷ്യൻ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, റെന്റിനെടുത്തൊരു വീട്ടിൽ അവൻ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു. അവസാനം മരിക്കാൻ നേരം പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ ലോകരാജ്യങ്ങളെ മുഴുവൻ യാത്ര ചെയ്ത മനുഷ്യൻ ഒന്നും വെട്ടിപ്പിടിച്ചില്ല, സ്വന്തം രാജ്യം വീർപ്പിച്ചില്ല, സ്വന്തം രാജ്യം വളർത്തിയില്ല. അദ്ദേഹം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി. ദൈവമക്കളെ, യേശു അത് ചെയ്തെങ്കിൽ നമ്മൾ യേശുവിന്റെ സ്വഭാവം അനുകരിക്കുന്നത്, യേശുവിനെ പോലെ മുടി നീട്ടി വളർത്തി, അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ മുടി നീട്ടി വളർത്തി വലിയ വെള്ള ഉടുപ്പോക്കിട്ട് നടക്കുന്നതിനെ കുറിച്ചല്ല. യേശുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തണം, യേശുവിന്റെ ശുശ്രൂഷ നമ്മൾ വെളിപ്പെടുത്തണം. അത് ഈ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. പൗലോസ് 3 മിഷണറി യാത്ര നടത്തി, അനേക ഭൂഖണ്ഡങ്ങളിൽ കടന്നുപോയി. സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനാ. അതെല്ലാം യേശു ക്രിസ്തു നിമിത്തം സകലതും ചവറന്നെണ്ണി. നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് ചവറന്നെണ്ണാൻ കഴിയുമോ? നമ്മൾ വീണ്ടും അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ വീണ്ടും വെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ,
ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. അതിനെന്തെല്ലാം തടസ്സമുണ്ടോ അതിനെയൊക്കെ പറിച്ചു കളയണം. 5-ാം അധ്യായം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അവസാനവും 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു മാറ്റേണ്ട ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വ്യർത്ഥ വാക്കുകളാൽ നിങ്ങൾ ചതിക്കപ്പെടരുത്. യേശു അകത്തുണ്ടോ നിന്നെ തൊടാൻ ഒരു ശക്തിയും കഴിയത്തില്ല. നിന്റെ നാവിൽ അധികാരമുണ്ട്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ വിട്ടുമാറുകയാണ്, ശാപങ്ങൾ മാറുകയാണ്. യേശുവിൻ്റെ ആത്മാവ് നിങ്ങൾ ഇറങ്ങി വസിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിനകത്തെ ഇരുട്ട് മാറിപ്പോകുക. കർത്താവേ, ഈ ജനത്തെ അപ്പച്ചന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവുള്ളവരായി, യേശു അകത്ത് വസിക്കുന്നവരായി, കർത്താവേ, സകല പോരാട്ടങ്ങളെ വെല്ലുവിളിച്ച് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ഈ ജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഈ മുഴുരാത്രി പ്രാർത്ഥന അവർക്ക് ധൈര്യമായി മാറട്ടെ, വിടുതലായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ. ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.